ഇന്ന് ഞങ്ങൾ ഒരു മാങ്ങ പൊട്ടിക്കാനായിട്ട് പോകട്ടെ മുകളിലേക്ക്. അപ്പോൾ അവിടെ വന്നപ്പോൾ അമ്മ പറഞ്ഞു മുകളിൽ പോയിട്ട് മാങ്ങ പൊട്ടിക്കാൻ. അപ്പോൾ മാങ്ങ പൊട്ടിച്ച് നമുക്ക് ജ്യൂസ് അടിക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും പോരാ, നമുക്ക് ചനച്ച മാങ്ങയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോരാ, നമുക്ക് മാങ്ങ പൊട്ടിക്കിട്ട് ഇന്നത്തെ ഒരു വീഡിയോ ആയിട്ട് പറ്റാം. ഓക്കെ, മുകളിലേക്ക് പോവാം. അപ്പോൾ വയോ നമുക്ക് മുകളിൽ പോയിട്ട് ഈ വലത്തോട്ടേക്ക് എടുത്തിട്ട് മാങ്ങ പൊട്ടിക്കാൻ സെറ്റപ്പ് നോക്കാം. വാ, ഓടി ഓടില്ല. ഇത് മത്തങ്ങ കുമ്പളങ്ങ, ഇത് മത്തൻ. ഒരുപാട് മത്തങ്ങ ഉണ്ടായി നിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ. മത്തങ്ങ ഉണ്ടായിട്ടില്ലേ? അല്ല, പൂവല്ല, മത്തങ്ങ പോലെ ഉണ്ടായിട്ടാ ഉണ്ടായിട്ട മത്തങ്ങ വരുന്നുള്ളൂ. പൂവിട്ടുണ്ട് കേട്ടാ, പൂവിട്ടുണ്ട്. അപ്പൊ നമുക്കിനി മുകളിലേക്ക് കയറാവാ. ഈ നിക്കണത് നമ്മുടെ മാവട്ടാ, മൂവാണ്ടൻ. കണ്ടോ, പ്രാവശ്യം മാങ്ങ കുറവാന്ന് പറഞ്ഞില്ലേ? കണ്ടോ, ഇത്തിക്കണ്ണി നിറച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മാവ് മൂവാണ്ടൻ. മാങ്ങ പൊട്ടിക്കാൻ പോണത് അപ്പുറത്തെ വീട്ടിലത്തെ മാവാണ്, മാങ്ങയാണ് പൊട്ടിക്കാൻ പോണത്. ഓക്കെ, ഈ മാമത്തെ മാങ്ങില്ലേ, ഈ മാങ്ങ ഞാൻ ഈ മാമത്തെ മാങ്ങ നമുക്ക് കുറച്ചുണ്ടായിട്ടുള്ള ഈ പ്രാവശ്യം മൂവാണ്ടനാട്ടാ. എന്നിരുന്നാലും അടിപൊളി ഇപ്പൊ ചനച്ചിട്ടൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വലത്തോട്ടി എടുത്തിട്ട് ആ മാവുമ്മ കയറിയിട്ട് അത് പൊട്ടിച്ച് ചനച്ച മാങ്ങ ജ്യൂസ് അടിക്കാൻ വളരെ നല്ലതാട്ടാ. ചനച്ച മാങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കാനായിട്ട് സൂപ്പറാണ്. അപ്പൊ നമുക്ക് വലത്തോട്ടേക്ക് എടുത്തിട്ട് ആ മാമയ്ക്ക് കയറി മാങ്ങ പൊട്ടിക്കാം. അല്ലല്ല, അതിന് മുകളിലേക്ക് നമുക്ക് കയറാം, എന്നിട്ട് പൊട്ടിക്കാം. ആ ആള് ഞങ്ങളുടെ പിന്നാലെ കയറി പോരാട്ടാ. എന്തൊരു മാങ്ങയാണോ പൊട്ടിക്കണേ, വീഡിയോ ആണ് എടുക്കണേന്നറിയാണ്ട് കണ്ടാ കയറി വരും. മാങ്ങയാണോ പൊട്ടിക്കണ വീഡിയോ ഞങ്ങളുടെ പിന്നാലെ കയറി വരിക. എന്തുകൊണ്ടാണ് അപ്പൊ തോട്ടിട്ടാ. ഇതാണ് എൻ്റെ അമ്മായിമ്മയുടെ വലത്തോട്ടി. നമുക്ക് അപ്പുറത്തെ വീട്ടിലത്തെ മാങ്ങ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പൊ അവര് പറഞ്ഞു മാങ്ങ നിങ്ങൾ പൊട്ടിച്ചോ, അവർക്ക് വേണ്ട, അവര് ഒരുപാട് പൊട്ടിച്ചതാ. അപ്പൊ നമ്മളോട് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ആ വീട്ടിലത്തെ മാങ്ങ കൂടി പൊട്ടിക്കുന്നുണ്ടാ. അവിടുത്തെ മാങ്ങ കാണിച്ചു കൊടുത്തേക്ക്. ചനച്ച് ഒരുപാട് മാങ്ങ ചനച്ചിട്ട് നിൽക്കും കണ്ട. അപ്പൊ ഞാൻ കണ്ട ഇനിയിപ്പൊ ഞാൻ ഇറങ്ങി അങ്ങോട്ട് വരാട്ടാ. പൊന്നി കോരങ്ങ ചാടണ പോലെ ചാടി. ഇത് കൂടെ അപ്പൊ ഞാൻ ഈ വീട്ടിലേക്ക് ചാടി കിടക്കാം. അങ്ങോട്ട് നോക്ക്, ലൈവായിട്ട് വീഴണ്ട നോക്കിട്ട് അപ്പുറത്തേക്ക് ചാടി. കണ്ടു ഇങ്ങനെയാണ് കിടക്കുക. അമ്മതി അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ അടിയിൽ എന്നിട്ട് ചെയ്യണ നോക്കി നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പം വന്ന് കണ്ടോ ഈ മാങ്ങ. അത് പഴുത്തായിരുന്നു. വലിയ മാങ്ങ വലിയ മാങ്ങ. ഇത് വിടാട്ടാ, കിളികൾ തിന്ന മാങ്ങയാട്ട കണ്ട. കംപ്ലീറ്റ് മൂത്ത് ചനച്ച് കിളികളെന്നു. ഈ മാങ്ങ കൊണ്ട് അമ്മായിമ്മേനെ അറിയാം. അങ്ങനെ നോക്കിയാ ഇതാ അമ്മായി അപ്പൊ നമ്മളെ മാങ്ങ പൊട്ടിക്കാൻ അത് വീണ് കൈ തട്ടി വീണതോ. കണ്ടോ മാങ്ങ. ഇപ്പൊ നമ്മള് മാങ്ങ പൊട്ടികളെ ഞാൻ മാങ്ങയൊക്കെ കാണിച്ചു കൊടുക്കട്ടാ. ചനച്ചത് തന്നെ നല്ല സൂപ്പർ. ഞങ്ങൾ തിന്നോണ്ടിരിക്കുന്നു കുറച്ചേർത്ത്. നമ്മുടെ വീട്ടിലേക്ക് ചാടി. നോക്കട്ടെ, കാലൊക്കെ വെക്കുമ്പോ മാങ്ങയുടെ വലിപ്പം കണ്ടു. ഇത്രയുണ്ട് വലിപ്പം. അടുത്തേക്ക് കാണിക്കാം. ഇത് പഴുത്ത അവിടുത്തെ മാങ്ങയൊക്കെ പൊട്ടിച്ചോട്ടാ. കുറെ മാങ്ങയുണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ ആവശ്യത്തിന് മാത്രമേ പൊട്ടിച്ചില്ല. കൂടുതൽ പൊട്ടിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ നമ്മള് ഒരു വലുത് നോക്കി 5-8 അടിയിലേക്ക് മോനെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ മാമയ്ക്ക്, അതായത് ഞങ്ങളുടെ വീട്ടിലത്തെ മാമ ചനച്ചിട്ടുണ്ട് മൂവാണ്ടൻ. ഇനി അതുമൊക്കെ പോയി പൊട്ടിക്കുക. അപ്പൊ നിങ്ങൾ ഈ മാങ്ങയൊക്കെ എടുത്തോട്ടാ. ഈ മാമത്തെ മാങ്ങ പൊട്ടിയപ്പോ ഇരുട്ടായി. ഇപ്പൊ നാളത്തേക്ക് അത് മാറ്റി വെച്ചു. അടുത്ത ദിവസം നമുക്ക് അതൊരു വീഡിയോ ഇടാം മാങ്ങ പൊട്ടിക്കുന്ന. ഇപ്പൊ ഈ മാമത്തെ മാങ്ങ നാളെ ആക്കില്ല. ഇരുട്ടായി മഴക്കാരൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ നിർത്തിയിട്ടാ. ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പോവാം. കുറച്ചധികം മാങ്ങകളൊക്കെ കിട്ടിയിട്ടാ. അപ്പൊ കണ്ട ഈ വലിപ്പം വരും ആ മാമത്തെ മാങ്ങ. അപ്പൊ നമ്മൾ ആ മാമയ്ക്കുള്ള മാങ്ങ പൊട്ടിക്കലൊക്കെ നിർത്തി. മഴക്കാരൊക്കെ ആയിപ്പോ ഇനി നമ്മളിത് ചെത്തി ജ്യൂസ് അടിക്കാം. അപ്പൊ ഞാൻ ചെത്താൻ പോവാട്ടാ. നല്ല ചനച്ച മാങ്ങ വലിപ്പം കണ്ട. ഇത് ചെത്തി ജ്യൂസ് അടിക്കാൻ സൂപ്പർ. അപ്പൊ ഞാൻ കൊതി കൊണ്ട്
വേഗം ചെത്തണ്ട, ഭയങ്കര കൊതി. അവിടെ പിള്ളേർക്കൊക്കെ വേഗം ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കണ്ട. അപ്പൊ നമ്മള് വേഗം ചെത്തിക്കണ്ട, പിള്ളേരൊക്കെ ചെത്തിയണ്ട. എന്നാ ശരി, ഇത് മുറിച്ചോട്ടെ. ഇത് മുറിച്ചോട്ടെ. എത്ര വേണം മാങ്ങ? 2 മതി. 2 മാങ്ങ മതി. നല്ല വലിപ്പമുള്ള മാങ്ങയുള്ള കാരണേ നമുക്ക് 2 ധാരാളം. ഇതും കൂടി നമുക്ക് ചെത്താട്ടാ. ഇതും കൂടി ചെത്തിട്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. അപ്പൊ 2 മാങ്ങ നമ്മൾ ചെത്തി. ഇനി എന്റെ കൈ കടിച്ചു. ഇനി ഈ ചെത്തിയ മാങ്ങ ഉണ്ടാവും. ഇനി നീ ചെത്തി. ഇനി നമുക്ക് ചെത്താൻ പറ്റുന്ന നോക്കാം. പക്ഷേ ഇതിന് നല്ല കനാണോ? അപ്പൊ ഞാൻ ചെത്തിരാം. നമ്മള് മാങ്ങ മാങ്ങയ്ക്കും അല്ലേ നോക്കിട്ടാ. കണ്ടാ കണ്ടാ മാങ്ങ. കുട്ടികളൊക്കെ നല്ല വെയിറ്റിങ്ങിലാണ്. അവിടെ നല്ല ബഹളമയാണ് കുട്ടികൾ. ഞാൻ തിന്നോ? നല്ല രസമുള്ള തിന്നാണ്. ഭയങ്കര കൊട്ടി മാങ്ങ. പുളിയൊന്നുമില്ല. അപ്പൊ വീഡിയോഗ്രാഫർക്ക് ഒരു മാങ്ങാഷം തന്നെ ക്ലിയർ ആയിട്ട് എടുക്കണ്ട. അപ്പൊ ചെറുതാക്കിയോ? കൈ മുറിക്കണ്ടോ? ഒരു 1.5 കിലോ ഉണ്ടാവോ? അത് 1 കിലോ ഉണ്ടാവോ? ഒരു 800 ഗ്രാം ഉണ്ടാവും അല്ലെ? ഒരു 800 ഗ്രാം മോണി മാങ്ങിണ്ടാവും കേട്ടാ. ഈ മാങ്ങയൊക്കെ ചെത്തി ജ്യൂസ് അടിച്ച്, അത് ചരച്ച മാങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കാൻ സൂപ്പർ അല്ലേ? നിങ്ങൾ നടിച്ച് കുടിച്ചിട്ട് നല്ല ഇത് മാങ്ങയാണോ ചക്കയാണാവോ? ആരുടെ കുറുമ്പാണ്ടാ? കുഞ്ഞാറ്റാ ജ്യൂസ് കട്ടാക്കൂട്ടാ. ഇത് മുറിഞ്ഞില്ലടാ. അങ്ങനെ കയ്യൊക്കെ കിടച്ചൂട്ടാ ഈ മാങ്ങ ചെത്തിട്ട്. കൊല്ലോ ജ്യൂസ് അടിക്കാൻ സമയമായിരുന്നു. അപ്പൊ റോഡിന്റെ എല്ലാരും ഓടി മയിലിനെ കാണാൻ വന്നാട്ടാ. അപ്പൊ ജ്യൂസൊക്കെ ഓടി വാ. അപ്പൊ ഞങ്ങള് മയിലിനെ കാണാനായിട്ട് ഓടി പോയതാ. അമ്മ വിളിച്ചു പറയായിരുന്നു അപ്പൊ ഈ ജ്യൂസിന്റെ മാങ്ങയൊക്കെ വെച്ച് എല്ലാരും അങ്ങോട്ട് മയിലിനെ കാണാനായിട്ട് ഓടി. അവിടെ പോയി മയിലിനൊക്കെ കണ്ടുകൂട്ടാ. അപ്പൊ നമ്മുടെ ആ ജ്യൂസിന്റെ പണികൾ തുടങ്ങാൻ പോയി. മാങ്ങ ഒരു കിണ്ണം നിറയെ ഉണ്ടാവും. 2 മാങ്ങയാട്ടാ ഒരു കിണ്ണം നിറയെ. അപ്പൊ നമുക്ക് ജ്യൂസ് അടിക്കല്ലേ? അപ്പൊ ജ്യൂസ് അടിക്കാൻ മാത്രം കുഞ്ഞു നിനക്ക് എന്തിനു വേണ്ട? പറ എന്തിനു വേണ്ട? ജ്യൂഫ് മതിയാ? ജ്യൂസാണോ ജൂഫാണോ? ജ്യൂസ്. അപ്പൊ വല്യപ്പന്റെ ജ്യൂസ് വേണോ വല്യമ്മയുടെ ജ്യൂസ് വേണോ? ആരടിക്കണ്ടേ? പറയ് ആരടിക്കണ്ടേ ജ്യൂസ്? നിന്റെ അമ്മയാ? നിന്റെ അമ്മ അവിടെ പോയി ആരടിക്കാ? നിന്റെ അമ്മ വല്യപ്പ അടിച്ചാ. അപ്പൊ ജ്യൂസ് കുറച്ച് പഞ്ചസാര കിട്ടാ. ജ്യൂസ് അടിക്കാൻ ജ്യൂസ് അടിക്കാൻ പോവാണോ? ജ്യൂസ് അടിക്കണം നോക്കുന്നു. ജ്യൂസ് അടിക്കും. വേറെ കണ്ട ചാൻസ് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. കുട്ടിപ്പട്ടാളങ്ങളെല്ലാരും നീങ്ങി പോവാ. ഇനി ജ്യൂസ് അടിക്കാൻ. ഇനി ജ്യൂസ് അടിക്കാൻ കുട്ടിപ്പട്ടാളങ്ങൾ കംപ്ലീറ്റ് അടക്കണതാ. പൊക്കോടി എന്താ ജ്യൂസിന്റെ നല്ല പഞ്ചസാരയാ? പഞ്ചസാരയാണോ? അപ്പൊ ജ്യൂസിന് പഞ്ചസാര വേണ്ടേ? പഞ്ചസാര ജ്യൂസിന് പഞ്ചസാര ഇനി കേട്ടാ. ഇനി ജ്യൂസ് മാത്രമേ ഉള്ളൂ കേട്ടാ. എല്ലാം കഴിഞ്ഞുട്ടാ. ഇനി കുറച്ച് ഐസ് ഇടാം നമുക്ക്. ശരി കുറച്ച് ഐസ് ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ഇളക്കിട്ട് പിള്ളേർക്കാണ് കൊടുക്കാം. പിള്ളേര് കൊതി കൊടുക്കാൻ നിൽക്കണേ. വല്യപ്പന്റെ ജ്യൂസ് ഇപ്പൊ കുടിക്കാം. ഐസ് കുറച്ചിടാം. നമുക്ക് തട്ടി കൊടുക്കാം. കണ്ടാ ഐസ് ജ്യൂസ് ശരിയായിട്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാട്ടാ. നമ്മുടെ ജ്യൂസ് ഉണ്ട് അടിപൊളി ജ്യൂസ്. ഇനി നമുക്ക് ഓരോ ഗ്ലാസ് എല്ലാവർക്കും കൊടുക്കാട്ടാ. എന്താ ജ്യൂസ്?
അമ്മ ദാ, കുഞ്ഞു ഗ്ലാസും കൂടി എടുത്തിട്ട് വായോ. കുഞ്ഞു ജ്യൂസ് കൊടുക്കും വലിയ കൊടുക്കും. നിനക്കാണോ ഈ ഗ്ലാസ്? കുഞ്ഞുന് നിറച്ച് ഗ്ലാസ്. ആയി കണ്ടാ മധുരണ്ട കുഞ്ഞു നോക്കി നോക്കിയാ. അപ്പൊ നമ്മളെല്ലാവർക്കും ജ്യൂസായി. ഇനി ശരിയാണ് അപ്പൊ എല്ലാവരും ജ്യൂസ് കുടിക്കാം. ജ്യൂസ് ക്യാമറ ജ്യൂസ്. എനിക്ക് ഗ്ലാസ് കിട്ടിയില്ല. നമ്മളെല്ലാരും കുടിച്ചു. ഇനി നമുക്കൊരു പുതിയ വീഡിയോയിൽ തിരിച്ചു വരാം. ഓക്കെ ബൈ.